നമസ്കാരം. സംഗീത നിശ സംഘടിപ്പിച്ചതിൽ ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമികമായി പരാതിയിൽ വസ്തുതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വിശ്വാസവഞ്ചനയ്ക്കും തട്ടിപ്പിനുമാണ് ഷാൻ റഹ്മാനും ഭാര്യ സൈറയ്ക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജുരാജാണ് പരാതിക്കാരൻ. കേസിൽ ഷാൻ റഹ്മാനോട് 31-നകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീത സംവിധായകനെ അറസ്റ്റ് ചെയ്യില്ല, പകരം 31 വരെ കാത്തുനിൽക്കും. ചോദ്യം ചെയ്യലിന് ഷാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജനുവരി 25-ന് തേവര SH ഗ്രൗണ്ടിൽ ഷാൻ റഹ്മാന്റെ ട്രൂപ്പായ ഇറ്റേണൽ റേ നടത്തിയ ഉയിരേ സംഗീത പരിപാടിയിലൂടെ പണം തട്ടിച്ചതായാണ് പരാതി. ഗതാഗത തടസ്സമുണ്ടായതിനും അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിനും ഷാൻ റഹ്മാനെതിരെ കേസെടുത്തിരുന്നു. 25-ൽ നടന്ന പരിപാടിയുടെ സംഘാടന ചുമതല നിജുരാജിനെയാണ് ഏൽപ്പിച്ചത്. പരിപാടി കഴിഞ്ഞ ശേഷം പണം നൽകാതെ വഞ്ചിച്ചുവെന്നാണ് കേസ്. ബുക്കിംഗ് ആപ്പ് വഴി 38 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയുടെ ലഭിക്കുന്ന പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പറഞ്ഞ പ്രകാരം 38 ലക്ഷം രൂപ ലഭിക്കാത്തതിനെ തുടർന്നാണ് നിജുരാജ് സൗത്ത് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഷാൻ റഹ്മാൻ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ ഒത്തുതീർപ്പിനുള്ള ശ്രമവും തുടങ്ങിയതായാണ് വിവരം. ഔദ്യോഗികമായി കരാർ ഉണ്ടാക്കിയിരുന്നില്ലെന്നാണ് സൂചനകൾ. ഇത് ഷാൻ റഹ്മാൻ അനുകൂലമായി മാറിയേക്കാമെന്ന വിലയിരുത്തലും സജീവമാണ്. സംഗീത സംവിധായകൻ പുറത്തിറക്കിയ വിശദീകരണത്തിൽ പരാതിക്ക് ആധാരമായ ചതിയുടെ കാരണം പറയുന്നില്ല. മാത്രമല്ല, കുറ്റനിഷേധം മാത്രമായി അത് മാറുകയും ചെയ്തു. തനിക്കെതിരായ സാമ്പത്തിക ആരോപണം തെറ്റാണെന്നും പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും ഷാൻ റഹ്മാൻ പറയുന്നു. താൻ നൽകിയ പരാതി അട്ടിമറിക്കാനും തന്നെ താറടിക്കാനുമാണ് നിലവിലത്തെ പരാതി നൽകിയതെന്നും സംഗീത നിശ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിജു തന്നെ വഞ്ചിച്ചെന്നും ഷാൻ റഹ്മാൻ പറയുന്നു. നിയമപരമായി പരാതിയെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പും ഷാൻ പങ്കുവച്ചിട്ടുണ്ട്. ഉയിരേ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്ത കൊച്ചിയിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു. ആകെ 34 ലക്ഷം രൂപ ചെലവായെന്നും 5 പൈസ പോലും തിരികെ ലഭിച്ചിട്ടില്ലെന്നുമാണ് അറോറ കമ്പനി ഉടമ നിജുരാജ് പറയുന്നത്. പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും നിജു ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഷാൻ റഹ്മാന്റെ മറുപടിയും വന്നിട്ടുണ്ട്. ജനുവരി 25 നടന്ന ഉയിരേ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കൺസേർട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പോസ്റ്റിട്ടത്. തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അതിലൊന്നാണ് മിസ്റ്റർ നിജുരാജ് അബ്രഹാം എന്നയാളുമായി ഉണ്ടായ തർക്കം. അതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കീഴിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണവുമായി സുതാര്യമായും സഹകരിക്കുന്നുണ്ട്. പ്രൊഫഷണലിസം, സമഗ്രത, നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എങ്കിലും മിസ്റ്റർ നിജുരാജ് അബ്രഹാം ജനങ്ങളെയും മീഡിയയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാണ്. ഈ കേസ് അട്ടിമറിക്കാനും ഞങ്ങളെ സെറ്റിൽമെന്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനഞ്ഞ തന്ത്രമാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായതിനാൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നുവെന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത്.